ഇത് എൻ്റെ ഫ്രണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ തന്ന ക്യാഷ് ആട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഓടി വന്നത് എന്താ അറിയോ, ഇതുപോലെ ഇങ്ങനെ ഒരു ചിലപ്പോൾ നാട്ടിൽ നമ്മൾ 500ഉം 1000ഒക്കെ നമ്മളെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടിയത് നമ്മളെ നിശ്ചിത ആവശ്യത്തിനല്ലാതെ, നമ്മൾ നിശ്ചിത ആവശ്യത്തിന് നമുക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂൾ ഫീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ടൂർ പോകാൻ, പുസ്തകം വാങ്ങാൻ, ഇതൊക്കെ നമ്മൾ ഉപ്പി അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ മറക്കുന്നില്ല. പക്ഷെ ഒരു നിശ്ചിത ആവശ്യത്തിനല്ലാതെ നമ്മുടെ എന്താവശ്യമാണോ അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നത്, എൻ്റെ കയ്യിൽ ക്യാഷ് വന്നത് എനിക്കെൻ്റെ പെങ്ങൾ തന്നിട്ടായിരുന്നു കേട്ടോ. അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കാൻ 10-15 ദിവസം നിൽക്കാനൊക്കെ വരുമ്പോൾ അവൾ തന്നിരുന്ന 500ഉം 200ഉം ഒക്കെ ആയിട്ടുള്ള ക്യാഷ് ആയിരുന്നു എൻ്റെ കയ്യിൽ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കിട്ടിയ ആദ്യത്തെ ക്യാഷ്. അവളെ ഭർത്താവ് അവൾക്ക് അയച്ചു കൊടുക്കുന്ന ക്യാഷിൽ നിന്ന് ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചില്ലറ പൈസകൾ 5-10 അവൾ തൊണ്ടിലിട്ട് വെച്ചിട്ട് ആ തൊണ്ട് പൊട്ടിച്ചിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ക്യാഷ് കൊണ്ടുവന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് 2000-ന് മേലെ ക്യാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നിശ്ചിത ആവശ്യത്തിനല്ലാതെ നമ്മുടെ കയ്യിലേക്ക് നമ്മളെ ആവശ്യത്തിന് എന്തിനും ഉപയോഗിക്കാനുള്ള ഒരു ക്യാഷായിട്ട് വന്നത്. നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ പെങ്ങന്മാർ? നിങ്ങൾക്ക് ഇങ്ങനത്തെ പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് കാശ് ആദ്യമായിട്ട് ഒരു പോക്കറ്റ് മണി ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഇതിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തോട്ടോ. ഇനി ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ലെങ്കിൽ, യൂട്യൂബൊന്നും ഇല്ലെങ്കിൽ, എങ്ങനെയെങ്കിലും ഷെയർ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിൽ അവർക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. അവരറിയട്ടെ ആങ്ങളാർ അവരൊന്നും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കില്ല. ബൈ.